ഖത്തറിൻ്റെ തിരക്കേറിയ ജീവിതത്തിൽ നിന്ന് ഒറ്റപ്പെട്ട് നിങ്ങൾക്കൊന്ന് എൻജോയ് ചെയ്യണം, ഒന്ന് റിലാക്സ് ചെയ്യണം എന്നുണ്ടെങ്കിൽ പോകാൻ പറ്റിയ നല്ലൊരു അടിപൊളി സ്ഥലമാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. നമ്മുടെ നാട്ടിലെ നെൽപ്പാടമൊക്കെ റിസംബിൾ ചെയ്യുന്ന അതുപോലത്തെ ഒരു സ്ഥലമാണിത്. ഇപ്പോഴത്തെ ക്ലൈമറ്റും നമുക്ക് പുറത്തിറങ്ങി എൻജോയ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ക്ലൈമറ്റാണല്ലോ. നല്ല തണുപ്പും നല്ല കാറ്റും ഒക്കെ ആയിട്ട് കുട്ടികൾക്ക് ഒരുപാട് എൻജോയ് ചെയ്യും. അവർക്ക് ഇതൊക്കെ അത്ഭുതമാണല്ലോ, ഇങ്ങനത്തെ പച്ചപ്പും കാര്യങ്ങളും ഒക്കെ ഖത്തറിൽ കാണാൻ പറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ അത് ഭയങ്കര വലിയൊരു അത്ഭുതമാണ് അവർക്ക്. പിന്നെ നമ്മളായാലും തന്നെ നമ്മളെ പഴയ കുട്ടിക്കാലവും നമ്മളെ നെൽപ്പാടവും കാര്യങ്ങളും ഒക്കെ നമ്മുടെ മനസ്സിൽ, എനിക്ക് പേഴ്സണലി അതാ ഫീൽ ചെയ്തത്. പിന്നെ ഇവിടുത്തെ കൺസ്ട്രക്ഷനെ പറ്റി പറയുകയാണെങ്കിൽ ഭയങ്കര ട്രഡീഷണൽ രീതിയിലുള്ള കൺസ്ട്രക്ഷനും കാര്യങ്ങളും ഒക്കെയാണ്. ഈ ഓരോ സെക്ഷനിൽ ചെല്ലുമ്പോഴും ഇതുപോലെ നമുക്ക് തീ കായാനൊക്കെയുള്ള ഒരു സ്ഥലവും ബെഞ്ചും ഒക്കെ ആയിട്ട് നല്ല വേറൊരു ആംബിയൻസ് തന്നെയാണ് ഇവിടെ തരുന്നത്. ഇവിടെ നമുക്ക് ക്യാമൽ സഫാരി ഉണ്ട്. ക്യാമൽ സഫാരി 30 റിയാലാണ്. പിന്നെ പോണി റൈഡ് ഉണ്ട്. പോണി റൈഡിങ്ങിനും 30 റിയാലാണ് വരുന്നത് ചാർജ്. ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഗാനിക് ഫാമിംഗ് ആണ്. ഈ ഓർഗാനിക് ഫാമിംഗ് വഴി നമുക്കുള്ള വെജിറ്റബിൾസ് നമുക്ക് ഇവിടുന്ന് തന്നെ വാങ്ങാൻ പറ്റും. അതുപോലെ അത് വെച്ചിട്ട് അവർ ഓർഗാനിക് ഫുഡ് വെച്ചിട്ട് അവർ കുക്ക് ചെയ്ത് ഫുഡ് സപ്ലൈ ചെയ്യുന്നുണ്ട്. അതുപോലെ ഇവിടെ തേനീച്ച വളർത്തുന്നുണ്ട്. ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതാണ് കേട്ടോ, ഈ ഒരു കൺസ്ട്രക്ഷൻ. ഇതിനകത്ത് കയറുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫ്രഷ് സ്മെല്ലുണ്ട്. മണ്ണിൻ്റെയും ഇത് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്ന മുളയുടെയൊക്കെ ഒരു സ്മെല്ലുണ്ട്. അത് നമ്മുടെ വേറെ ഏതോ ഒരു ലോകത്ത് എത്തിക്കും. ഇത് പാകിസ്ഥാനിലെ സിന്ധ് പ്രദേശത്ത് താമസിക്കുന്ന ആളുകളെ കൊണ്ടുവന്നിട്ട് അവർ ചെയ്ത ഒരു ബ്യൂട്ടിഫുൾ കൺസ്ട്രക്ഷനാണിത്. എൻ്റെ ഏറ്റവും പേഴ്സണൽ ഫേവറേറ്റ് ഇതായിരുന്നു. ഇവിടുത്തെ ചെറിയ ഇതുപോലത്തെ പിക്ചറായാലും അതിൽ വരച്ചിരിക്കുന്ന ഈ ചെറിയ ചെറിയ പടങ്ങളായാലും എല്ലാം വേറൊരു ഫീല് നമുക്ക് തരും. പിന്നെ ഇവിടെ ഒരു സൂര്യകാന്തി കൃഷി ചെയ്യുന്നുണ്ട്. നമ്മൾ സൺസെറ്റ് സമയമായതുകൊണ്ട് തന്നെ സൂര്യകാന്തിക്ക് ചെറുതായിട്ടൊന്ന് വാടി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നല്ല അടിപൊളി സൺസെറ്റ് വ്യൂ നിങ്ങൾക്ക് കിട്ടും. ഒരു പീസ്ഫുള്ളായിട്ടുള്ള ഒരു വീക്കെൻഡ് നല്ലൊരു സൺസെറ്റ് വ്യൂവിലൊക്കെ എൻജോയ് ചെയ്ത് മടങ്ങണം എന്നുള്ളവർക്ക് തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് അൽ ഷഹാനിയയിലെ ഹീനത്ത് സൽമ ഫാം. അപ്പോൾ വരാം, എൻജോയ് ചെയ്യാം, കാഴ്ചകൾ കാണാം, സന്തോഷത്തോടെ മടങ്ങാം.